ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ നമ്മൾ സദ്യയിലൊക്കെ ഉണ്ടാക്കുന്ന ബീറ്റ്റൂട്ട് പച്ചടിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഇതേ മെത്തേഡിലൊന്ന് ഓണത്തിന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ആദ്യമേ തന്നെ ഇതിനുള്ള അരപ്പുണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാറിൽ ഏകദേശം 1/2 കപ്പോളം ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ തേങ്ങ അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം നമുക്കിത്. ഇനി നമുക്ക് ബീറ്റ്റൂട്ട് വേവിച്ചെടുക്കണം. അതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ബീറ്റ്റൂട്ട് തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ഒരു പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ ഈ മൂടി തുറന്ന് ആ മൂടിയിൽ വരുന്ന വെള്ളമെല്ലാം അതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് ഇളക്കി വീണ്ടും അടച്ചു വയ്ക്കണം. ഇങ്ങനെ കുറച്ച് സമയം മൂടി വെച്ചിട്ട് ഇടയ്ക്ക് തുറന്ന് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. നമ്മുടെ ഈ അടപ്പിലുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിങ്ങനെ ഇത് മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത് അടിയിലൊന്നും പിടിക്കാതെ നോക്കണം. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്യാപ്പ് ഇടാതെ പെട്ടെന്ന് തന്നെ തുറന്ന് നോക്കണം. ഇവിടെ ഇപ്പം ബീറ്റ്റൂട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലുള്ള പച്ചമുളക് മാറ്റിയിട്ട് നമുക്ക് ആ ബീറ്റ്റൂട്ട് മാത്രം എടുത്ത് അരച്ചെടുക്കണം. അപ്പം ഇത് കുറച്ച് നേരം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. തണുത്ത് കഴിയുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച അരപ്പിൻ്റെ കുറച്ച് അരപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം കടുകും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇത് നേരത്തെ ബീറ്റ്റൂട്ട് വേവിച്ച് ചട്ടിയിലിട്ടിട്ട് ഫ്ലെയിം ഒന്ന് കത്തിച്ച് ചെറിയ ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ബീറ്റ്റൂട്ട് അരച്ച മിക്സിയിൽ കുറച്ച് ബീറ്റ്റൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കത് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം വറ്റി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് കുറച്ച് വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. നല്ല പരുവത്തിനായിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മോരും കൂടി ചേർത്ത് കൊടുക്കണം. ഇത്രയും ചൂടിൽ മോര് ചേർക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്കിത് കുറച്ച് സമയം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുക്കണ്ട, ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നാലും മതി. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 3/4 കപ്പോളം മോര് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മോര് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിതിലേക്ക് മോര് ചേർക്കുമ്പോഴത്തേക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 2 കഷ്ണം ചുവന്നുള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഈ താളിപ്പ് നമുക്ക് നമ്മുടെ ബീറ്റ്റൂട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി. കല്യാണത്തിനും അതുപോലെ തന്നെ ഓണത്തിനും ഒന്നും സദ്യയിൽ ഒഴിച്ചുവിടാനാവാത്തൊരു നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.